സുമേഷേട്ടാ, എന്തേത് ഇടാമലൊക്കെ തിരിഞ്ഞ് എന്തേത് പെടലി ഇങ്ങോട്ട് തിരിക്കാൻ പറ്റണല്ലോ, ഇങ്ങോട്ടും തിരിക്കാൻ പറ്റണല്ലോ. എത്ര ദിവസമായി? 2 ദിവസമായി. 2 ദിവസമായ? ചെവിക്കകത്തെ എന്തോ ഒരു മൂളക്കം പോലെ. വണ്ടി വല്ലതും കേറിയാ? വണ്ടി കയറിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ വന്നത്. എവിടെ വേദന? ഏത് ഭാഗത്താ? ഏത് ഭാഗത്താണ് വേദന ഉള്ളത്? ഈ ഭാഗത്ത് വേദന ഉണ്ട്. അതല്ലേ, ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ. എന്റെ ഈ വരല്ലേ കാണാൻ പറ്റണ്ട? വേദനുണ്ട്. അല്ല, ഇങ്ങോട്ട് നോക്കിയേ. അങ്ങോട്ട് നോക്കണം. ഇങ്ങോട്ട് നല്ല നോക്കിയേ. വേദനുണ്ട് കേട്ടോ. ഒന്നുമില്ല ശരി, മരുന്ന് തരാം. ഇത് എന്താ 2 ദിവസമായിട്ട് എന്താ വന്ന് നേരത്തെ ഒന്നും മരുന്ന് മേടിക്കാത്ത? ഞാൻ 2 സ്ഥലത്തൊക്കെ ഞാൻ പോയി. അവിടെ ഒന്നും കുടിച്ചിട്ടൊന്നും ഒരു കാര്യമായില്ല. അപ്പഴേ നിറയെ മരുന്നും വെച്ചോണ്ട് ഞാൻ ഇവിടെ ഇരിക്കില്ല. പിന്നെ എന്തിനാണ് അവിടെ ഇവിടെയൊക്കെ പോയി അലയണേ? എന്റെ ഭാര്യയൊക്കെ ഉണ്ടല്ലോ. അല്ല, ആദ്യം സുമേഷ് ഏട്ടന്റെ മരുന്ന് തരട്ടെ, എന്നിട്ട് ഞാൻ ഭാര്യക്കുള്ള മരുന്ന് തരാം. ഭാര്യക്കും പ്രശ്നമുണ്ട്, എനിക്കറിയാം. വേദന ഏത് ഭാഗത്താ പറഞ്ഞേ? വേദന ഇവിടെ അല്ലേ? അവിടത്തെയാണ്. ഉണ്ട് അതിനുള്ള സാധനം ഉണ്ട്. ഉണ്ടുണ്ട്. എനിക്ക് പെട്ടെന്നൊരു സംശയം, ആ മരുന്ന് തീർന്നു എന്നൊരു സംശയം. സാധനം ഉണ്ട്, ഞാൻ തരാം. ഈ ഗുളിക അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഭക്ഷണത്തിന് ശേഷം അല്ല, ഇത് മതി, 3 എണ്ണം മതി. 3 നേരം പകുതി ഗുളിക ഭക്ഷണത്തിന് ശേഷം. ഇത് കഴിച്ചാൽ മാറുമല്ലോ അല്ലേ? ഇനിയിപ്പൊ അഥവാ മാറിയില്ലെങ്കിൽ പകുതി കൂടെ കഴിച്ചോ, 1 എണ്ണം ആക്കിക്കോ. മാറും, അതിൽ മാറും. അതെ. അപ്പൊ ഇതിന്റെ പേരെന്താണ്? ഇംഗ്ലീഷാണേ. ഇത് പറഞ്ഞ സുമേഷ് ഏട്ടന്റെ മനസ്സിലൊന്നും നിൽക്കില്ല. വലിയ പേരാ. ഇത് അസുഖം മാറിയ പോരെ. പിടിക്ക്. അതിന് ഭാര്യയുടെ കാര്യം പറ. എന്താ ഭാര്യക്ക് എന്താ പ്രശ്നം? ഭാര്യക്ക് ഭയങ്കര തലവേദനയാണ്. തലവേദന അടിക്കടിക്ക് വരാറുണ്ടോ? ഒരു 3-4 മാസമായി. തലവേദന വരുമ്പോ ദേഷ്യപ്പെടുവോ? ദേഷ്യപ്പെടുന്ന എനിക്കിട്ട് താങ്ങും. അതെ, ചിലവൊക്കെ അടി. ഒരു കാര്യം ചെയ്യും, കുഴപ്പമില്ല. ഇത് കഴിക്കട്ടെ. ഇത് രാവിലെ 1, രാത്രി 1, 5 ദിവസം കഴിക്കുമ്പോഴേക്കും ഭാര്യ ഓക്കെ ആവും. രാത്രി 1, കിടക്കണ കഴിച്ചൊന്ന്, അങ്ങനെ 5 എണ്ണം. 5 എണ്ണം 5 ദിവസം. അല്ല, ഇതിന് എത്ര ആഴ്ചയായി? അപ്പൊ 189ആയി. 189. 189, 190, 200. അതെ, കഴുത്ത് പേനെല്ലാം മാറിക്കഴിഞ്ഞിട്ടേ നല്ല ഉഷാറായി കഴിയുമ്പോ ഈ മുട്ടായി ചവച്ചങ്ങിരുന്ന് എന്നെ ഓർക്കണം. ഞാൻ തിരിയട്ടെ? മെല്ലെ തിരിഞ്ഞു. ഇപ്പൊ ഗുളിക കൈ ഇരിക്കല്ലേ, ഇപ്പൊ തന്നെ കുറെ മാറും, ആശ്വാസമാവും. ഈ മരുന്ന് കൊടുക്കലെന്ന് പറഞ്ഞാൽ വല്ലാത്ത പാട് തന്നെ. 100 അസുഖങ്ങളും 100 മരുന്നുകളും. ഒന്നുകിൽ ആൾക്കാർക്കെല്ലാം ഒരു അസുഖമായിരിക്കണം, അല്ലെങ്കിൽ എല്ലാ അസുഖത്തിനും ഒരു മരുന്നായിരിക്കണം. എനിക്ക് എളുപ്പമായിരുന്നു. ഇത് കുറെ മരുന്ന് ഈ സ്ഥാപനം നടത്തണമെന്ന് പറഞ്ഞ എന്ത് കളിയാണ് മന്മേട്ടെ കളിക്കണം? എന്റെ പേര്, നിന്റെ ലൈസൻസിൽ ഞാനിത് നടത്താൻ തുടങ്ങിയിട്ട് കുറെ നാളായില്ലേ. ഇന്നേ വരെ വാടകയ്ക്ക് ബുദ്ധിമുട്ട് വന്നില്ലല്ലോ. ഈ മാസം ഇച്ചിരി ടൈറ്റ്, അതല്ലേ ഞാൻ തരാം. ഞാൻ വാടക ചോദിക്കാനല്ല വന്നത്. ഇതെന്തായി കാണിച്ചാണ്? എന്നത് മന്മേട്ടെ, ഇത് എന്റെ ഒരു ബന്ധു ഇവിടെ വന്നിട്ട് മരുന്ന് മേടിച്ചാണ്. 6 മാസം അതിന്റെ ഡേറ്റ് കഴിഞ്ഞിട്ട് ഈ സാധനമാണ് എടുത്ത ആളുകൾക്ക് കൊടുക്കണം. മന്മേട്ടിന് ഇങ്ങനത്തെ തോന്നിവാസം എന്തെങ്കിലും കാണിച്ചാല് എന്റെ ഫാർമസി ലൈസൻസ് വെച്ചാണ് ഇത് നടത്തണത്. ഞാൻ അകത്തു പോകും. എന്റെ പേര് ചെയ്യാതെ ഇതിന്റെ ജനന തീയതിയൊക്കെ നോക്കിയിട്ട് മരുന്ന് കൊടുക്കാനൊന്നും പറ്റില്ല ഇന്നത്തെ കാലത്ത്. നിനക്കറിയാലോ, നീ തേരാപ്പാറയിൽ നടക്കണല്ലേ. എത്ര മെഡിക്കൽ ഷോപ്പ് ഇതിന്റെ അടുത്തുണ്ടെന്ന് അറിയാമോ? ഇത് നടത്തിക്കൊണ്ട് പോകണതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. രാവിലെ കറണ്ട് വാടക, സ്റ്റാഫിന്റെ ശമ്പളം. സ്റ്റാഫുള്ള ഒരുത്തനാണെങ്കിൽ അവൻ ഇട്ടേച്ച് പോയി, ശമ്പളം കുറവെന്ന് പറഞ്ഞു. പിന്നെ ഇതിനിടയ്ക്ക് പിരിവുകാര്, ഇത് എന്തെല്ലാം സഹിച്ച്. ഈ നടത്തണവന്റെ പെട്ടിയിൽ എന്തെങ്കിലും വേണ്ടേ? കച്ചവടം ഇല്ലാന്ന് പറഞ്ഞിട്ട് ആളുകൾക്ക് കണ്ണി കണ്ട മരുന്ന് കൊടുത്ത് കൊല്ലാൻ നോക്കിയാണ്. വല്ലാറുപടുത്ത ബാലൻ ചേട്ടൻ എന്താ കാണിച്ചത്? ഡോക്ടറുടെ ചീട്ടില്ലാതെ മരുന്ന് കൊടുത്തിട്ട് അയാൾ ഒരു സൈഡ് തളർന്നു കിടക്കാണ്. അത് ഇവിടുന്ന് ഞാൻ കൊടുത്തൊന്നുമല്ല. നീ ആവശ്യമില്ലാത്ത കേസുകളൊന്നും എന്റെ തലയിൽ വെക്കല്ലേ. മന്മഥേട്ടന് അങ്ങനെ കൈയൊഴിഞ്ഞ് കാര്യം പറയാ. എനിക്ക് എന്റെ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ഈ വന്ന് പറയണ. അത് അറിയാവുന്ന പിള്ളേരാരെങ്കിലും വെച്ച് ചെയ്യിച്ചൂടെ? ഒരു പുതിയ സ്റ്റാഫ് വരാന്ന് പറഞ്ഞിട്ട് അവൻ ഇത്ര നേരമായിട്ട് എത്തിയില്ല. ഇന്ന് വരാന്ന് പറഞ്ഞാണ്. അവൻ ഏത് ഷോപ്പിൽ നിന്നാണ്? അവൻ ടീ ഷോപ്പിൽ. ടീ ഷോപ്പിലാ? അവിടെ ബെറോട്ട മേക്കറാണ്.
കുഴപ്പമില്ല, ഞാനവനെ പഠിപ്പിച്ചെടുക്കാം. ഒരു എന്റെ മന്മതേട്ട ഹോട്ടലിൽ പൊറോട്ട അടിക്കണവനാണ് രോഗിക്ക് മരുന്ന് എടുത്തു കൊടുക്കാൻ നിൽക്കണത്. ഇതിന് ഈ കോഴ്സ് പഠിച്ച ആരെങ്കിലും പിള്ളേരെ വിളിച്ചു നിർത്തി ചെയ്യിച്ചൂടെ ഇത്? എന്റെ പ്യാരി, കോഴ്സ് പഠിച്ചവനൊക്കെ നമ്മൾ ഈ സാധാരണ ശമ്പളം ഒന്നും കൊടുക്കാൻ നിൽക്കില്ല. അവർക്കെല്ലാം നല്ല കാശ് കൊടുക്കണം. അതിനുള്ള വരുമാനം ഇവിടെ വേണ്ടേ? എന്റെ ദൈവമേ, എന്റെ മന്മതേട്ട, നിങ്ങൾ എന്തേലുമൊക്കെ കാണിച്ച ഞാനല്ല അതിന്റെ ഉത്തരവാദിത്തം പറയേണ്ടത്. എന്റെ ലൈസൻസ് വെച്ചിട്ടല്ലേ നിങ്ങൾ നടത്തണത്. പ്യാരി, നീ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കും ചെറിയ ചെറിയ കാര്യമല്ല. ഇനി എന്റെ ലൈസൻസ് വെച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ കാലാവധി കഴിഞ്ഞാൽ ഞാൻ ഇതിലില്ല കേട്ടാ. ഞാൻ ഈ കണ്ട ഇത്രയും പൈസ മുടക്കിയിട്ട് ഇത്രയും മരുന്ന് ഇവിടെ ഇരിക്കണം. ഇത് ഒറ്റയടിക്ക് ഇത് നിർത്താന്നൊക്കെ പറഞ്ഞു. വേറെ ആരെങ്കിലും മേടിച്ചിട്ട് നിങ്ങൾ നടത്തിക്കോന്നേ. നിങ്ങൾ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഇവിടുന്ന് മരുന്ന് കൊടുക്കാൻ നിൽക്കണ്ട. അതെ പ്യാരി, ശോഭിക്കണ്ട. പ്രഷർ കൂടി നിൽക്കുകയാണ്. ഞാൻ അതിനുള്ള ഗുളിക തരാം. അത് കഴിച്ചു ഒരെണ്ണം കഴിച്ചത് ഡൗൺ ആവും. ഞാനെടുത്ത ആവശ്യത്തിന് കഴിച്ചോ ഇന്ന്. ഇതിപ്പോ പഠിച്ച് ലൈസൻസ് എടുക്കാനൊന്നും എനിക്ക് പറ്റില്ല. കാക്കെന്നും കരച്ചലാണല്ലോ. എന്തൊരു കഷ്ടാണ് റബ്ബേ. എന്നു തന്നെ പണി. ഒരു ഡോക്ടറെ പോയി കാണിക്കൂല, സ്വന്തം ചികിത്സ എടുത്തു. എന്താണ് ഇക്കത്? നെലോളി ഗേറ്റിൽ അങ്ങോട്ട് കേൾക്കണ്ടല്ലോ. ഞാൻ ഷോപ്പിലേക്ക് പോണ നിങ്ങള് നെലോളി കേട്ടോ അങ്ങോട്ട് കയറി. ആരും കാണിക്കേണ്ടത് ഈ വരുമാനായിട്ട് പെരയിൽ ഇങ്ങനെ കിടന്ന വരുമാനം മാറുവോ? എന്തൊരു കഥയാണത്. കുടിക്ക്. ഡോക്ടറെ പോയി കാണാൻ പറയുന്നേ. നിങ്ങൾ ഈ ഇഞ്ചും ചുക്കും കുരുമുളകൊന്നും കഴിച്ചോണ്ട് ഇത് മാറൂല ടെക്ക. ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നല്ലൊരു ഡോക്ടർ വന്നിട്ട്. എന്ത് ഇഞ്ചത്? ഇത് എവിടുന്ന എനിക്ക് കിട്ടി? പ്ലാസ്റ്റിക്കിന്റെ ഇഞ്ചത്. ഒരു രുചിയില്ല, ഒരു എരിവുമില്ല. ആ ഇതാണ് ഇപ്പൊ ഇവിടെ. എന്തുണ്ടാക്കി കൊടുത്താലും രുചിയില്ല. എന്താ കാര്യം എന്നറിയോ? കണ്ണീ കണ്ട മരുന്നൊക്കെ സ്വന്തം ഇഷ്ടത്തിന് വാങ്ങ. ഡോക്ടറോടൊന്നും ചോദിക്കില്ലേ, എന്നിട്ട് അതൊക്കെ എടുത്ത് വിഴുങ്ങ. പിന്നെ എങ്ങനെ ടേസ്റ്റ് ഉണ്ടാവാ? ഇക്കാത് ഇങ്ങനെ മാറൂല ടെക്ക. ഇവിടെ സർക്കാർ ഹോസ്പിറ്റലിൽ നല്ലൊരു ഡോക്ടർ വന്നിട്ട് മൂപ്പരെ കൊണ്ട് കാണിക്കാൻ നിങ്ങൾ എന്റെ കൂടെ പോരി. നമ്മുടെ വാപ്പാന്ന് ലോകത്തുള്ള എല്ലാ ഡോക്ടർമാരെ കാണിച്ചില്ലേ? സകലമാന ഡോക്ടർമാരെ കാണിച്ചില്ലേ? എന്നിട്ട് എന്തുണ്ടായി? വാപ്പ മരിട്ടാകുമ്പോ 74 വയസ്സാ വാപ്പക്ക്. നിങ്ങൾക്ക് അതാ പ്രായം അതെ. ആണോ? ശരിയായി. അത് പോയി. ഒരു കുഴപ്പമില്ലല്ലോ. എന്റെ മോയിതു ഇത് വെറും ഗ്യാസ് ഒന്നല്ല കേട്ടോ. ഈ വേണമെങ്കിൽ എന്റെ കാക്കാനെ കൊണ്ടേക്കോ. അഞ്ചിന്നേ അത് പോയി. നിങ്ങളിപ്പോ എന്റെ കൂടെ കുഴപ്പമില്ല, മാറിടാത്. വണ്ടിയിൽ പോയി ഡോക്ടറെ കാണിച്ചിട്ട് പോയി കഴിച്ചേ. ഇത് ഇത്ര ഉള്ളതേ ഞാൻ പറഞ്ഞില്ലേ. എന്തെങ്കിലും ഉണ്ടെന്നെ വിളിച്ചോണ്ട് ഞാൻ ഷോപ്പിൽ ഉണ്ടാവും. കുഴപ്പമൊന്നും കേൾക്കാൻ മാറി മീറായി. ശരി. ഒന്ന് പോയിട്ട് ആ ഡോക്ടറെ കാണ്. പോയിക്കാ പറഞ്ഞാവും. ഇക്കറിയാ എന്റെ അസുഖത്തിന് എന്ത് മരുന്ന് കഴിക്കുന്നുണ്ട്. എന്നൊക്കെ ഞാൻ കഴിച്ചാൽ മാറലും ഉണ്ട്. ഇതിപ്പോ ഇതിനുള്ളത് എന്റെ കയ്യിൽ ഉണ്ടായില്ല. അത് നോക്കിയപ്പോ മരുന്ന് കാണാല്ലേ. അതപ്പൊ ഞാൻ അത്ര വട്ടം ചിറ്റിയായി. അതിപ്പോ പോയി അത് മേടിച്ചാ കഴിച്ചു കഴിഞ്ഞാ ആ അസുഖം കൊണ്ട് മാറി. ഇനിയിപ്പോ പോയിട്ട് അത് മേടിക്കാൻ പോവാ. എന്താ മേടിക്കണ്ട പിന്നെ? ഇത് നീല ഗുളിക. ഇത് പനിയുടേത്. പനിക്കാരെല്ലാം വന്ന് ചോദിച്ചാൽ ഇത് കൊടുക്കണം കേട്ടാ. പിന്നെ ഇത് അതവിടെ വെക്ക്. ഇത് ശ്രദ്ധിക്ക്. ഇത് മേല് വേദനയ്ക്കുള്ളത്. വേദന, നല്ല വേദന ഉണ്ടെങ്കിൽ ഇത് കൊടുക്കണം. ഈ ഓറഞ്ച് കളറ് മേല് വേദന. ഇത് ഞരമ്പിന്റെയാണ്. ഞരമ്പ് രോഗികളെ അപ്പൊ അവരെങ്ങനെ നമ്മൾ മനസ്സിലാവും? ആ ഞരമ്പ് രോഗിയല്ല. ഇത് നമ്മുടെ ശരീരത്തിൽ ഞരമ്പില്ലേ, വെയിനുകളില്ലേ, ഞരമ്പ് രക്തം ഓടുന്ന ഞരമ്പ്. ഞാൻ വിചാരിച്ചു മാറ്റേ. അതല്ല അതിന് മരുന്നില്ല. പിന്നെ നീ വേണമെങ്കിൽ ഇതിനെണ്ണം കഴിച്ചോട്ടാ. അപ്പൊ ഇത് ഇത്രയൊക്കെ ഇപ്പൊ പഠിച്ചു വെക്കണം. ഞാനേ കുറച്ചു ദിവസത്തേക്ക് ഇതിന്റെ പേരിൽ പേരെഴുതി വെച്ച് തരാം. ഇതിനുള്ളത് എഴുതി വെക്കാം. അത് നോക്കിയിട്ട് കൊടുത്താൽ മതി.
അതെ കേട്ടാ? അല്ല 5 കിലോ മൈദക്ക് എത്ര പൊറോട്ട അടിക്കേണ്ടത് ഞാൻ സെക്കൻഡോട്ട് പറയും. എന്റെ പൊന്നുണ്ണി, നീ ഈ പൊറോട്ടയും ഹോട്ടലും ആ കാര്യം ഒന്നും ഇവിടെ മിണ്ടല്ലേ. ആരും ചോദിച്ചാ നീ ഫാർമസിസ്റ്റ് എന്ന് പറയണം. ആര്? ഫാർമസിസ്റ്റ്. ഇപ്പൊ പറഞ്ഞെല്ലാം മനസ്സിലായോ? ഇത് മനസ്സിലായി. ആയല്ലോ. എല്ലാം മനസ്സിലായി. ഇതെന്തിനുള്ളതാ? ഞരമ്പിന്റെ. അതെ, ഞാനൊരു ചായ കുടിച്ചിട്ട് വരും. അതിനിടയ്ക്ക് ആരെങ്കിലും വന്ന മരുന്നൊന്നും കൊടുക്കണ്ട കേട്ടാ. ഞാനിപ്പോ വരൂന്ന് പറഞ്ഞാൽ മതി, വന്നിട്ട് കൊടുത്താ. ഇതൊന്നും തിരിയണ്ടായല്ലപ്പാ. പനിയിലെ ചെറിയ പനി, വലിയ പനി, ജലദോഷം, ഇതെങ്ങനെ മനസ്സിലാവന്? ഇതിനായിട്ട് നല്ല പൊറോട്ട പണി തന്നെ. ഉച്ച 300 പൊറോട്ട അടിക്കും, പൈസ മേടിച്ച് പോവാ. സംഭവം ഗെറ്റപ്പാണ്. സംഭവം ഒരു വിലയുണ്ട്. ചൂടുള്ള പവറാണ്. 10 ആള് മുമ്പ് ഇങ്ങനെ ഇരിക്കണം. ചേട്ടാ മരുന്ന് വേണ ഗുളിക ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വിളിക്കുന്ന ഞാൻ. ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി. ഇതും തന്നെ രണ്ടെണ്ണം. മരുന്ന് തന്നെ. മറ്റേ എങ്ങനെയുടെ മറ്റേ പെട ഉണ്ടായിരുന്ന ചക്കര ഇവിടെ മരുന്നെടുത്ത് കൊടുക്കണേക്കല്ലേ? ഓനെവിടെ? ഓൻ പോയി. ഓൻ പോയി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. റബ്ബേ, അല്ല പടച്ചോൻ മേടിച്ചാ പോവാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. പടച്ചോൻ വിളിച്ചല്ല, വേറൊരു മെഡിക്കൽ ഷോപ്പുകാരൻ വിളിച്ചു. കൂടുതൽ ശമ്പളം കിട്ടുന്ന പറഞ്ഞിട്ട് അപ്പന്നെ പോയി. അത് ശരി. ഞാൻ വിചാരിച്ചേ അല്ല ഇപ്പോഴത്തെ കാലാണല്ലോ, എപ്പോഴാ എങ്ങനെ ആൾക്കാർ പോണെന്ന് പിടുത്തല്ലാത്തേ. അല്ല എനിക്ക് ഈ വയറിന്റെ ഉള്ളില് ഒരു എരിച്ചിലും പോയിച്ചലും വേദനയൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ വന്ന് മേടിക്കാറിലാണ് മരുന്ന്. ഓനിക്കറിയാം, ആ കുട്ടിക്ക് അറിയാറുന്ന്. അതല്ലേ? ആ അപ്പൊ അതൊന്നും എടുത്തരുന്നല്ലോ ഒരു ഗുളികനെ. രാവിലെ രാത്രി എല്ലാം പൊറോട്ട കഴിക്കലില്ല. രാവിലെയും രാത്രിയെല്ലാം പൊറോട്ട കഴിക്കലില്ല. തേക്കൂല വയറ്റില്. അങ്ങനെ നേരെ നോക്കിയിട്ടൊന്നുമല്ല. ഇക്ക എപ്പോഴാ എന്താ കിട്ടുന്ന വെച്ചാൽ തിന്നലാ. നിങ്ങളൊരു ഗുളി എടുക്കേ. ഗുളിക എങ്ങനത്തെ? അതെ ഈ ഭാഗത്തായിട്ടൊന്ന് ആ ഭാഗത്തുനിന്ന് എടുക്കുക. ഓനോട് പറഞ്ഞ അപ്പന്നെ എത്തുന്ന നിങ്ങൾ എന്തിനാ പറഞ്ഞു വിട്ടോനെ? ഓ തോട്ടത്തിലെ സാറാണ്. ഇത് ആ ഭാഗത്തുനിന്നാണ്. ഇതേ ആ ഇംഗ്ലീഷിൽ എഴുതി വെച്ചോ. അതല്ലാതെ പിന്നെ അതല്ല ഞാൻ എടുക്ക. അങ്ങോട്ട് കൂടി നീങ്ങൂലേ? ഗ്യാസാണ്. ഇതണ്ട നോക്ക്. ഈ പെട്ടിന്നാ ഓനിരിക്കുക. ഈ പെട്ടിക്കാട് അവ എത്ര സമയം പെരുതിയത് എന്റെ. ഇതൊരു 5 എണ്ണം ഇങ്ങോട്ട് തന്നാല്. കത്രിക അറിയില്ല. അപ്പൊ ഒക്കെ ഞങ്ങള് വീട്ടിൽ അതായിരിക്കും. നോക്കി 5 എടുത്തോ. 1 2 3. വേദന വയറുവേദനയാണ്. മരുന്ന് കഴിച്ചതിന് ചില ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായതാണ്. ഡോക്ടറെ കാണിച്ചില്ലേ? ഡോക്ടറെ ഒന്നും കാണിച്ചില്ല. മൂപ്പര് സ്വന്തം ഇഷ്ടപ്രകാരമുള്ള മരുന്ന് കഴിക്കല. ജലീല് നമുക്കൊരു 50,000 ഉറുപ്പിക തരാണ്ട്. അത് ഈ മേടിക്കണം കേട്ടോ. മേടിച്ചോളാം. പിന്നെ ഷുക്കൂറിന് ഒരു 60,000 ഉറുപ്പിക കൊടുക്കാണ്ട്. ഈ കൊടുക്കണം കേട്ടാ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക. അതൊരു ഹോസ്പിറ്റലാണ്. ഇപ്പൊ അതിനെ പറ്റി ഒന്നും ചിന്തിക്കണ്ടേക്കാ കേട്ടോ. രോഗം മാറിയിട്ടൊക്കെ വീട്ടിലെത്തി നമുക്ക് അതിനെ പറ്റിയൊക്കെ ചിന്തിക്കാം.
ഇത്രയും കാലമായിട്ട് ഷുഗർ ഒന്നും ചെക്ക് ചെയ്തിട്ടില്ലല്ലേ? ഇല്ല, മൂപ്പര് ഈ ആശുപത്രിയിലൊന്നും പോവില്ല. അത് മാത്രല്ല ഈ സൂചി പേടിയതുകൊണ്ട് അതൊന്നും നോക്കലില്ല. അത് ശരി. അപ്പൊ ഈ കുറെ കാലമായിട്ട് ഈ വയറുവേദന ഉണ്ട് എന്ന് പറയുമ്പോ അതിന് ഗുളിക കഴിക്കണില്ല. ഏത് ഗുളിക കഴിക്കാറാ? ഗുളിക ഒന്ന് കാണിക്കും. ഗുളികക്ക് ചീട്ടൊന്നുമില്ല സാറേ. അത് വീട്ടിനടുത്ത് ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, അവിടെ പോയിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം മേടിച്ച് കഴിക്കുക. അത് തന്നെയാണ് എത്രയോ കാലമായിട്ട്. അതൊക്കെ ഭയങ്കര ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അതൊക്കെ. നിങ്ങൾ ഈ വിവരമുള്ളവരൊക്കെ ഇങ്ങനെ. അല്ല സാർ, ഞങ്ങൾ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ചീത്തയൊക്കെയാണ്. ഈ പാരസെറ്റമോൾ പോലും അധികം കഴിക്കാൻ പാടില്ല. കഴിച്ചു കഴിഞ്ഞാൽ ഡേഞ്ചർ അറിഞ്ഞിട്ട് ഇതൊക്കെ കേട്ടില്ലേ നിങ്ങൾ? അറിയാം. ഇതിപ്പോ നിങ്ങളോടിപ്പോ പറയാതിരിക്കാൻ പറ്റില്ല. ചേട്ടനപ്പൊ ഈ ക്രിയാറ്റിന്റെ അളവേ കൂടുകൊണ്ട് 2 വൃക്കയും തകരാറിലായിരിക്കും. പിന്നെ ഇപ്പോ ECG നോക്കിയപ്പോ അതിൽ വേരിയേഷൻ ഉണ്ട്. ഇപ്പോ ആർട്ടിനും ചെറിയ പ്രശ്നമുണ്ട്. ഇതൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്ടറെ കാണിക്കാതെ ഈ ഗുളിക എങ്ങനെ കണ്ടമാനം കഴിച്ചത് കൊണ്ടാണ് ഈ ആന്തരിക അവയവങ്ങളൊക്കെ തകരാറിലാവുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാതെ പറ്റിപ്പോയതാണ്. എന്തായാലും സംഭവിച്ചു. നമുക്കിപ്പോ അതിനെ ചികിത്സിച്ചേ പറ്റുള്ളൂ. നമ്മളിപ്പോ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ അസുഖത്തിന് വേണ്ട അംഗീകൃത ഡോക്ടറെ ചെന്ന് കാണണം. എന്നിട്ട് അദ്ദേഹം കുറിച്ച് തരുന്ന മരുന്ന് മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് വാങ്ങണം. ശരിക്കും ചെയ്യേണ്ടത് ആ മരുന്ന് മേടിച്ച ലിസ്റ്റുമായിട്ട് വീണ്ടും ഡോക്ടറെ അടുത്ത് വന്ന് ഇത് തന്നെയാണോ ഈ മരുന്ന് എന്ന് ഉറപ്പുവരുത്തി കഴിക്കണം എന്നാണ്. പക്ഷെ അതിന് പറ്റിയില്ലെങ്കിലും നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് അവർ കുറിച്ച് തരുന്ന മരുന്നേലും വാങ്ങി കഴിക്കണം. ശരിക്കും മെഡിക്കൽ സ്റ്റോറുകാരും ഡോക്ടർ കുറിച്ച മരുന്നേ കൊടുക്കാവൂ, അല്ലാണ്ട് അവർ സുഖം ചികിത്സിക്കാൻ പാടില്ല. പക്ഷെ അവര് ബിസിനസ് അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെയാണ് ആരോഗ്യം പോകുന്നത്. ഈ നിങ്ങളുടെ ഏത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഈ മരുന്ന് മേടിക്കും? അത് മറ്റേ ഒരു ചിറ്റാരിക്കാവ് ജംഗ്ഷനിൽ ഒരു മന്മദാസ് എന്ന് പറഞ്ഞിട്ടൊരു മെഡിക്കൽ ഷോപ്പ്. എവിടെ? ഏത് ജംഗ്ഷൻ? ചിറ്റാരിക്കാവ് ജംഗ്ഷനിൽ മന്മദാസ്. മന്മദാസ്. എനിക്ക് എപ്പോഴും ഉറക്കം തന്നെ. അതെ, ഈ ചുമേന്റെ മരുന്ന് 2-3 ബോട്ടിൽ കുറഞ്ഞിട്ടുണ്ടല്ലോ, അതിന്റെ കാശ് ഇവിടെ വന്നില്ലല്ലോ, അതെന്ത് ചെയ്തു? ആ ടോണിക്കല്ലേ, ആ അത് ഞാൻ എടുത്ത് കുടിച്ചു. പിന്നെ ജ്യൂസ് പോലെ തന്നെ നല്ല മധുരമുണ്ട്. അതൊക്കെ ദാഹിക്കുന്നത് അങ്ങോട്ട്.